കോഴിക്കോട് കൂടരഞ്ഞിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ഹോട്ടൽ ജീവനക്കാരന് മർദ്ദനം. വിജയ് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സന്ദീപിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 10:30 ടൈമിൽ നമ്മുടെ സ്ഥാപനത്തിൽ കൂടരഞ്ഞി വിജയ് ഹോട്ടലിൽ നേപ്പാൾ സ്വദേശിയായിട്ടുള്ള കമൽ എന്ന വ്യക്തി അകാരണമായി നമ്മുടെ സ്റ്റാഫിനെ കടയിൽ കയറി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഈ കമൽ എന്ന വ്യക്തി ഒരു 2-3 ദിവസം നമ്മുടെ കടയിൽ സ്റ്റാഫായിട്ടുണ്ടായിരുന്നു. അവൻ വന്നപ്പോൾ തൊട്ട് തന്നെ ലഹരിക്ക് അടിമയായതുകൊണ്ട് ഞാൻ അവനെ ഒഴിവാക്കിയിരുന്നു. ഒരാഴ്ചയായിട്ട് ഡ്യൂട്ടിയിലില്ലായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി സ്ഥാപനത്തിൽ ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് സ്ഥാപനത്തിൽ വരികയും നമ്മുടെ സ്റ്റാഫുമായിട്ട് വാക്കേറ്റുണ്ടാകുകയും സ്റ്റാഫിനെ അകാരണമായി കടയിൽ കയറി മർദ്ദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നു. ഇംതിയാസ്, എന്തിനാണ് മർദ്ദിച്ചത്? വിശദവിവരങ്ങൾ എന്താണ്? മൂത്തി, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് കൂടരഞ്ഞിയിലെ ഈ വിജയ് ഹോട്ടലിൽ ഇങ്ങനെയൊരു അക്രമം ഉണ്ടാവുന്നത്. ഈ ഹോട്ടൽ ഉടമ പറയുന്നത് പ്രകാരം ഈ നേപ്പാൾ സ്വദേശിയായിട്ടുള്ള കമലിനെ അവിടെ ജോലിക്ക് വേണ്ടി എടുത്തിരുന്നു. അങ്ങനെ ഒരു 4 ദിവസത്തോളം അവിടെ ജോലി ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീടാണ് ഇവർക്ക് ലഹരി ഉപയോഗം ഉണ്ട് എന്ന കാര്യം തിരിച്ചറിയുന്നതും ഒക്കെ. അങ്ങനെ അതിനുശേഷം ഒരു 4 ദിവസം അവിടെ ജോലി ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു. കൂടെ ഈ കമലിനൊപ്പം സന്ദീപും, വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള സന്ദീപും അവിടെ ജോലി ചെയ്തിരുന്നു. എന്നാൽ സന്ദീപ് ഉൾപ്പെടെയുള്ളവരുടെ കാരണത്താലാണ് ഇയാളെ, ഈ കമലിനെ പുറത്താക്കിയത് എന്ന ധാരണയിൽ, ആ വൈരാഗ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഹോട്ടലിൽ എത്തുകയും ആദ്യം ഒരു വാക്കുതർക്കത്തിൽ ഈ ജീവനക്കാരനുമായി ഏർപ്പെടുകയും ചെയ്തത്. പിന്നാലെ വാക്കുതർക്കത്തിനിടയിൽ അത് വലിയ മർദ്ദനത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയായിരുന്നു. ഈ സന്ദീപിന് ഇപ്പോൾ മർദ്ദനമേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ തലയ്ക്കും മുഖത്തിനും കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ അദ്ദേഹത്തെ ചികിത്സക്കായി പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സന്ദീപിന്റെ പരാതിയിൽ തിരുവമ്പാടി പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ഈ കാര്യത്തിൽ നടത്തി വരികയാണ്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിൽ ഇപ്പോൾ കാണുന്നത്.